ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലുള്ള ഹാർലി ഡേവിഡ്സൺ ഷോറൂമിലാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ X440 ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഓടിച്ചിട്ട് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഒന്ന് ഷെയർ ചെയ്യാനായിട്ടാണ്. ഇത് ആക്ച്വലി ഒരു ഇൻഡെപ്ത് റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് കൂട്ടണ്ട, ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. ഒരു 15 മിനിറ്റ്സ് ടെസ്റ്റ് ഡ്രൈവ് അവർ അവൈലബിൾ ആണ്. അപ്പോൾ ബിഗ് താങ്ക്സ് ടു ഹാർലി ഡേവിഡ്സൺ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാനിവരെ നമ്പർ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് അവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. വണ്ടി ആക്ച്വലി 3 വേരിയൻറ്റ് വരുന്നുണ്ട്. നമുക്ക് ഡെനിം എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻറ്റ് വരുന്നുണ്ട്. അകത്തിരിക്കുന്നൊരു എല്ലാം ആണ്. എൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതിലാകുമ്പോഴത്തേക്കും നമുക്ക് സ്പോക്ക് വീൽസും ട്യൂബ്ഡ് വീൽസാണ് വരുന്നത്. അതായത് ട്യൂബ്ലെസ് അല്ല, സ്പോക്ക് വീൽസാണ് വരുന്നത്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട അതാണ് കേട്ടോ. പിന്നെ നമുക്കൊരു മിഡ് വേരിയൻറ്റ് വരുന്നുണ്ട്, ഒരു റെഡ് കളർ വരുന്നുണ്ട്. അതായത് വിവിഡോ അങ്ങനെ എന്താണ് മറ്റൊരു കളർ, അതാണ് ദീ ഇരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് സ്പോക്ക് വീൽസ് മാറിയിട്ട് നമുക്ക് അലോയ് വീൽസ് കാര്യങ്ങളും വരുന്നുണ്ട്. ബട്ട് ഇതിന് ആക്ച്വലി നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ആക്ച്വലി ഈ ഇരിക്കുന്ന ടോപ്പിൻ്റെ, അതായത് ഈ ഒരു ബ്ലാക്ക് കളർ വിത്ത് ഈ ഓറഞ്ച് ആക്സൻ്റുള്ള ടോപ്പിൻ്റെ മോഡലിന് മാത്രമേ നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റിയും, അത് കൂടാണ്ട് എനിക്ക് തോന്നുന്നില്ല വേറെ ആൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, SOS ബട്ടൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ വരുന്നുണ്ട്. അതായത് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇൻ കേസ് ഒരു ആക്സിഡൻറ്റോ ക്രാഷോ ആവുകയാണെങ്കിൽ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഈ ബട്ടണൊന്ന് ഞെക്കുക. അപ്പോൾ നമ്മൾ ആരുടെ നമ്പറാണോ എമർജൻസി കോൺടാക്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്ന ആളുടെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് പോകും, മച്ചാൻ എവിടെ പോയി ചാർജ് ഇട്ടിട്ടുണ്ടെന്ന് ഒരു മെസ്സേജ് പോകും. ഞാൻ ആരും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് മാത്രമാണ്, അതായത് ഈ ഇരിക്കുന്ന ടോപ്പിൻ്റെ വണ്ടിക്ക് മാത്രമാണ് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഈ പറഞ്ഞ SOS ഫീച്ചേഴ്സ്, പിന്നെ ഈ ഒരു ഡയമണ്ട് കട്ട് വീൽസ് ശ്രദ്ധിക്കുക, അതിന് ടൈം കട്ടില്ല. ഇതിനകത്തേക്ക് ഒരു മെഷീൻ കട്ട് വീൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ വണ്ടി മൊത്തത്തിൽ കാണാൻ എങ്ങനെയുണ്ട്? ഒരുപാട് പേര് എന്നോട് ചോദിച്ചാണ് വണ്ടി കാണാൻ എങ്ങനെയുണ്ട്, എന്താ പറയുക, ഒരു ഹീറോ ടച്ച് അടിക്കുന്നുണ്ടോ, അതൊരു പ്രോപ്പർ ഹാർലി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസേ ഒരു മിക്സാണ്. ഒരു ഹീറോ ഹാർലി ഒരു കൊലാബറേഷൻ പോലെ തന്നെ ശരിക്കും ഒരു ഹീറോ ഹാർലി മിക്സായിട്ട് തോന്നുന്നുണ്ട്. പക്ക ഒരു ഹാർലി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഈ ഒരു ടാങ്കിൻ്റെ ഷേപ്പ് ആണെങ്കിലും ഈ ഒരു പീസൊക്കെ ആണെങ്കിലും ശരിക്കും ഒരു ഹാർലി ഡേവിഡ്സൻ്റെ ലുക്ക് തന്നെ തോന്നിക്കുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ഫിറ്റ് ആൻഡ് ഫിനിഷ് ക്വാളിറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ക്വാളിറ്റി ഇതുവരെ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാണ്ടാണ് തോന്നുന്നത്. ഡീസൻ്റ് ഞാൻ പറയുന്നുള്ളൂ. ഫിറ്റ് ആൻഡ് ഫിനിഷ് എനിക്ക് തോന്നുന്നത് ഒരു വയസ്സൊക്കെ എക്സ്പോസ് ആയിട്ടിരിക്കുന്നുണ്ട്, അത് കുറച്ചും കൂടി ഒന്ന് ഹൈഡ് ചെയ്യായിരുന്നു. പിന്നെ പലരും പറയുന്നുണ്ട് ഈ ഒരു ഗ്യാപ്പ് പറയുന്നുണ്ട്, ഇത് ആക്ച്വലി നമ്മൾ പില്ലിന് എത്തി കഴിയുമ്പോഴത്തേക്കും ബാക്കൊന്ന് താഴും. അപ്പോൾ ആ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊന്നും വരുന്നില്ല. മൊത്തത്തിൽ കൊള്ളാട്ടോ വണ്ടി. മൊത്തത്തിൽ എന്താ പറയുക, നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോഴത്തേക്കും എന്തൊക്കെയോ ഒരു കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു വണ്ടി വരെ തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇൻ പേഴ്സൺ കാണുമ്പോഴത്തേക്കും നല്ല വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി ബെറ്ററാണ് ഇൻ പേഴ്സൺ കാണാൻ. മാർക്ക് മൈ വേർഡ്, നിങ്ങൾ വണ്ടി ഷോറൂമിൽ വന്ന് കണ്ടു നോക്കുക, നല്ല ബെറ്ററാണ്. അപ്പോൾ അടുത്ത ചോദ്യം, വണ്ടി എവിടെ നിന്ന് മേടിക്കാം? വണ്ടി നമുക്ക് ആക്ച്വലി ഹാർലിയുടെ ഷോറൂമിൽ നിന്നും ഹീറോയിൻ്റെ 2.0 എന്ന് പറഞ്ഞിട്ടുള്ള ഷോറൂമിൽ നിന്ന് നമുക്ക് വണ്ടി ആക്ച്വലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സെയിൽസ് സർവീസും അവിടെ നിന്ന് കിട്ടും. അതായത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മേടിച്ചിട്ട് ഹാർലി മേടിച്ചിട്ട് നിങ്ങൾക്ക് ഹീറോ 2.0 കൊണ്ടുപോയി സർവീസ് ചെയ്യാവുന്നതാണ്, ഒരു വിഷയമല്ല. നമുക്ക് സർവീസ് കോസ്റ്റ് ഇപ്പോൾ ഞാൻ ചോദിച്ചത് പറയുന്നത്, നമുക്ക് ഫസ്റ്റ് സർവീസ് വരുന്നത് 750 കിലോമീറ്റർ അല്ലെങ്കിൽ 60 ദിവസം, സെക്കൻഡ് സർവീസ് 5000 അല്ലെങ്കിൽ 6 മാസം, തേർഡ് സർവീസ് 10000 അല്ലെങ്കിൽ 1 വർഷം. ഏതാണോ ആദ്യം വരുന്നത്, ഐ മീൻ 5000 കിലോമീറ്റേഴ്സ് ആണോ അല്ലെങ്കിൽ 6 മാസമാണോ, ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതിൽ സർവീസ് ചെയ്യാനാണ് അവർ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സർവീസ് ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും പലർക്കും വന്നത് അറൗണ്ട് 3000 അടുത്താണ് സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് എക്സ്പെൻസീവ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ CB350 ഒക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കൂടുതലെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ബ്രാൻഡ് നെയിമും അതൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഐ തിങ്ക് റീസണബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറോ ഹാർലി കൊലാബറേഷനിൽ ഞാൻ കുറച്ചും കൂടി ഒന്ന് ലോവർ ആയിട്ടുള്ളത് എക്സ്പെക്ട് ചെയ്തു. ബട്ട് സ്റ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, ട്രയംഫ് ബജാജ് വണ്ടിയാണെങ്കിലും മറ്റ് CB350 ആണെങ്കിലും ആ ഒരു ആ സെഗ്മെൻറ്റിലുള്ള എല്ലാ വണ്ടിക്കും ഒട്ടുമിക്കതും ഈ ഒരു എന്താ പറയുക 3000 4000 ആ ഒരു ലെവലിലേക്ക് സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈവൻ ഡോമിനാർ പോലും ഫസ്റ്റ് സർവീസ് 2800 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഐ തിങ്ക് ഓക്കെ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സർവീസും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമുക്കിനി പ്രൈസിലേക്ക് കിടക്കാം. നമുക്ക് ആക്ച്വലി എല്ലാ വേരിയൻറ്റ് ഞാൻ കാണിച്ചത്, ഇതാണ് ബേസിന്. ഇതിന് ആക്ച്വലി കോസ്റ്റ് വരുന്നത് 3,17,000 രൂപയാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡ് വേരിയൻറ്റ്, അതായത് ആയിരിക്കുന്ന റെഡ് വേരിയൻറ്റ്, ഇതിനകത്തേക്ക് നമുക്ക് 3,42,000 രൂപ എങ്ങാണ്ടുമാണ് ഓൺ റോഡ് വരുന്നത്. അറൗണ്ട് ഒരു 20,000 റുപ്പീസ് വ്യത്യാസമുണ്ട്. പിന്നെ വരുന്നത് ആ ഒരു ബ്ലാക്ക് വേരിയൻറ്റ്, അതാകുമ്പോഴത്തേക്ക് നമുക്ക് അറൗണ്ട് ഒരു 3.6. ഓക്കെ ബ്രോ, ഫസ്റ്റ് തന്നെ കയറിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് ബൈക്ക് ഫീൽസ് എ ലോട്ട് ലൈറ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ വണ്ടി. വണ്ടി ഈവൻ ദോ 190 കിലോ ഉണ്ടെങ്കിലും നമുക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ശരിക്കും ഒരു റോയൽ എൻഫീൽഡ് ഓടിക്കുന്ന പോലത്തെ അത്രയും കൂടി ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. ഫീൽസ് റിയലി ലൈറ്റ്. ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ട് വണ്ടിയുടെ വിശേഷം പറഞ്ഞുതരാം കേട്ടോ. ഞാൻ പറഞ്ഞു ഇതൊരു ക്വിക്ക് ടെസ്റ്റ് ഡ്രൈവാണ്. നിങ്ങൾ സ്പെക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കൊന്ന് റൗണ്ട് പോയിട്ട് പോവാം. പൊളിച്ച്. ഇതാണ് ആക്ച്വലി വണ്ടിയുടെ എക്സോസ്റ്റ് എന്ന് പറയുന്നത്. നല്ല ബേസിയറാണ്,
ഒരുപാട് പേസിയർ അല്ല, നമുക്കൊരു ഡോമിനാറിൻ്റെയും റോണിൻ്റെയൊക്കെ മിക്സ് എന്നൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു എക്സോസ് നോട്ടാണ് വരുന്നത്. പിന്നെ സ്വിച്ച് കേസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചെറിയൊരു ടി എഫ് ടി എന്ന് പറയുമ്പോൾ യെസ് ഒരു നല്ല കളർഡ് ആയിട്ടുള്ള ഒരു ഡാഷ് വരുന്നുണ്ട്. നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ ടോഗിൾസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇവിടെ പാസിച്ച് വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ, ഹോൺ വരുന്നുണ്ട്, കോഷൻ ലാമ്പ്, എൻജിൻ സ്റ്റാർട്ട് സ്വിച്ച് ഇൻറ്റഗ്രേറ്റഡ് ആണ്. പിന്നെ SOS ഞാൻ പറഞ്ഞു ടോപ്പ് മോഡലിൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ കൺസോൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മേജർ ഡീറ്റെയിൽസ് ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു സ്പീഡോമീറ്റർ ഉണ്ട്, പിന്നെ ട്രിപ്പ് ടൈം അങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഡേറ്റ്, റിയൽ ടൈം മൈലേജ്, അടുത്ത സർവീസ് എന്നാണ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു USB ചാർജറും വരുന്നുണ്ട്. ഭയങ്കര പാടാണ് കേട്ടോ ആക്സസ് ചെയ്യാനായിട്ട്, ഇച്ചിരി പാടാണ് ആക്സസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിന് നമുക്ക് ഈ യമഹയിലൊക്കെ കണ്ടുവരുന്ന പോലത്തെ ആ ഒരു ഡ്യുവൽ കേബിൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ വണ്ടിയിൽ അഡ്ജസ്റ്റബിൾ ലിവേഴ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. വണ്ടിയുടെ ക്ലച്ച് നല്ല രസമാണ് പിടിക്കാനായിട്ട്. വണ്ടിക്ക് ഒരു എന്താ പറയുക, ഞാൻ ഓടിച്ചിട്ട് പറയാം. ഓ മാൻ, ഓൾറൈറ്റ്, അത് ജസ്റ്റ് ഓടിച്ചിട്ട് റൗണ്ട് പോവാം. വാവ്, സൗണ്ട് സോ സിക്ക് മാൻ, സൗണ്ട് ഒരു രക്ഷയില്ല. പുൾ ഫീൽസ് വെരി ലൈറ്റ്, എന്താ പറയുക, ക്ലച്ച് നല്ല രസമാണ് പുൾ ചെയ്യാനാണെങ്കിൽ. ഓ, ഫസ്റ്റ് ഇംപ്രഷൻ, സീറ്റ് അടിപൊളി, സീറ്റ് ഒരു രക്ഷയില്ല, ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട് സീറ്റ്. റൈഡിംഗ് പോസ്റ്റിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പൊട്ടിക്ക് ലീനുള്ള പോലെ തോന്നുന്നുണ്ട്, ഭയങ്കര ലീനൊന്നുമല്ല. പിന്നെ ഹാൻഡിൽ ബാർസ് എന്നെ ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. വാവ്, ഈ ഒരു ബാഡ് റോഡ്സ് പോലും ഈ ഒരു സസ്പെൻഷൻ നന്നായിട്ട് അബ്സോർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ നമുക്കൊരു KYBയുടെ 43mm ഒരു UST ഫോർക്ക് വരുന്നുണ്ട്. അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിലാവട്ടെ നമുക്കൊരു ഡ്യുവൽ ഷോക്കാണ് വരുന്നത് വിത്ത് 7 സ്റ്റെപ്പ് എന്തോ പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ നോട്ടീസ് ചെയ്യുന്നത് വണ്ടിക്ക് നല്ല ടോർക്ക് ഉണ്ട് കേട്ടോ. വണ്ടി നന്നായിട്ട് എന്താ പറയുക, കൈ കൊടുത്താൽ തന്നെ നന്നായിട്ട് വലിഞ്ഞു പോകുന്നുള്ളൊരു ഫീല് വരുന്നുണ്ട്. ഓ, സസ്പെൻഷൻ ഈസ് ഗ്രേറ്റ്. റിയർ സസ്പെൻഷൻ പറയാതിരിക്കാൻ വയ്യ, നല്ല സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ബാഡ് റോഡ്സുകളാണ് ഓടിക്കുന്നത്. ഫ്രണ്ട് കണ്ടോ, വാവ്, റിയർ സസ്പെൻഷൻ ഒരു രക്ഷയില്ല. ഫ്രണ്ട് സോഫ്റ്റ്വെയർ ടു മീഡിയം സെറ്റിങ്സ് പറയാൻ പറ്റുള്ളൂ, പക്ക ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ അല്ല. പിന്നെ എന്താ പറയുക, വണ്ടിയുടെ ഗിയർ ബോക്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടറി സ്മൂത്ത് ഗിയർ ബോക്സ് അല്ല, ചെറിയൊരു ഹാർഡ്നെസ്, നമ്മുടെ റോയൽ എൻഫീൽഡ് പോലത്തെ ഒരു ഗിയർ ബോക്സ് തന്നെ വരുന്നത്. ഇപ്പം ഭയങ്കര സ്മൂത്ത് ഗിയർ ബോക്സ് അല്ല, ബട്ട് ഇപ്പോൾ കുഴപ്പമില്ല സ്റ്റിൽ. പിന്നെ റൈഡ് മോഷൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ ഹാൻഡിൽ എന്നെ ഫേസ് ചെയ്തിരിക്കുന്നത്. കാണാൻ വേണ്ടി ഫോർക്ക് ഇവിടെ വരുന്നെങ്കിൽ ഹാൻഡിൽ ഇവിടെ വരുന്നത്, അപ്പോൾ എന്നെ ഫേസ് ചെയ്താണ് ഹാൻഡിലിരിക്കുന്നത്. പിന്നെ ഫുഡ് പെക്സ് സ്ലൈറ്റ്ലി ഫ്രണ്ട് സെറ്റാണ്. ഫ്രണ്ട് സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മിഡിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഫ്രണ്ട് സെറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ, ഒരുപാട് ഫ്രണ്ട് സെറ്റ് അല്ല. പിന്നെന്താ പറയുക, മിറേഴ്സ് ആർ വെരി ഗുഡ്, നല്ല യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 440 cc എയർ പ്ലസ് ഓയിൽ കൂൾഡ്, ശ്രദ്ധിക്കുക, ലിക്വിഡ് കൂൾഡ് അല്ല, എയർ പ്ലസ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഇതിന് വരുന്നത്. SOS എഞ്ചിനാണ് വരുന്നത്. നമുക്ക് പവറൊക്കെ നോക്കുവാണെങ്കിൽ 27 ഹോഴ്സ് പവർ ആണ്, അറൗണ്ട് 6000 RPM. ഇതിൻ്റെ ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇൻസ്റ്റലി നമ്മൾ ഈ വണ്ടിയായിട്ട് ഫാളിൽ ആവുമെന്നൊക്കെ പറയില്ലേ, അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ടോർക്കാണ്. ആ ഒരു 38 Nm ടോർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് 4000 RPM തന്നെ അവൈലബിൾ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ജസ്റ്റ് വണ്ടി എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഫീൽ ചെയ്യും ആ ഒരു ഇമ്മൻസ് ടോർക്ക്. ആ ടോർക്ക് ഇങ്ങനെ എന്താ പറയുക, ചങ്ങലക്കിട്ട റോഡ് വീലറിനെ പോലെ ഇങ്ങനെ ചാടി നിൽക്കുക ടോർക്ക് എന്ന് പറയുന്നത്. ഓ, പിന്നെ എനിക്ക് ഇമ്പ്രസീവായിട്ട് തോന്നിയ കാര്യം വണ്ടിയുടെ ഈ ഒരു എക്സോസ് നോട്ടാണ്. നല്ല രസമാണ് എക്സോസ് നോട്ട് കേട്ടിട്ട് ഈ വണ്ടി ഓടിക്കാനായിട്ട്. മൊത്തത്തിൽ കൊള്ളാം കേട്ടോ. ഈ വണ്ടി ഞാൻ ഫോട്ടോയിലും പിക്ചറിലും കണ്ടതിനേക്കാളൊക്കെ കുറച്ചും കൂടി ഇമ്പ്രസീവായിട്ട് തോന്നുന്നുണ്ട്. ഈവൻ റൈഡ് ചെയ്യാൻ കൊള്ളാം. അതാണ് പിന്നെ നോട്ടീസ് ചെയ്യുന്നത്. നമ്മൾ വണ്ടി എങ്ങനെ ഇരിക്കുന്നു എസ്തെറ്റിക്കലി അതൊക്കെ സബ്ജക്റ്റീവാണ്, എല്ലാവർക്കും അവരുടേതായ ഒപ്പീനിയൻ ഉണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. പക്ഷേ വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം, നല്ല രസമുണ്ട് മൊത്തത്തിൽ ഓടിക്കാനൊക്കെ ആയിട്ട്. ആ മാൻ, ദ ടോർക്ക്. പിന്നെ വൈബ്സ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹയർ RPMലേക്ക് ക്ലൈം ചെയ്യുമ്പോഴത്തേക്കും അറൗണ്ട് ആ ഒരു 8000 അല്ലെങ്കിൽ 6000 വരെ ഉള്ളൂ. 6000 പാസ് ചെയ്യുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഒന്ന് വൈബ്സ് കിക്കിൻ ചെയ്യാൻ തോന്നുന്നുണ്ട്. എസ്പെഷ്യലി ഹാൻഡിലാണ് കിക്കിൻ ചെയ്യണേ. വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടി മൊത്തത്തിൽ മെറ്റലൊക്കെയാണ്, അതിലൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. വണ്ടിയിൽ പ്ലാസ്റ്റിക് ഫീൽസ് ഒന്നും തോന്നുന്നില്ല. സീ ദ ടോർക്ക്. Oh man, braking is good man, braking is good. ഇവിടെയാണ് റോയൽ എൻഫീൽഡൊക്കെ മാറി ഇങ്ങനെ ഇത്രയും വെയിറ്റും ഇത്രയും ടോർക്കും ഉണ്ടായിട്ട്. സീ ഹൗ ബ്രേക്കിംഗ് കൊള്ളാം കേട്ടോ.
വാവ്. ഓ മാൻ. പിന്നെ വണ്ടിക്ക് മൈലേജ് എന്നൊക്കെ പറയുന്നത് അറൗണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന 33 അടുത്താണ്, വിച്ച് ഈസ് ഗുഡ്. യുനോ ഇത്രയും ടോർക്ക് ആയിട്ടുള്ളൊരു വണ്ടിക്ക് അത്ര ഒരു മൈലേജ് കിട്ടാന്ന് പറയുന്നത് കൊള്ളാം. ഞാൻ ടോർക്ക് കാണിച്ചു തരാം കേട്ടോ. അതിപ്പോൾ നമ്മൾ 4000 RPM നിൽക്കുന്നത്. ഞാനിപ്പോൾ റിങ് ചെയ്യാൻ പോവാം. സി ദാറ്റ് ഇൻസ്റ്റന്റ് ടോർക്ക്, വെരി നൈസ് ടോർക്കാണ്, നല്ല ടോർക്ക് ഉണ്ട്. ഗിയർ ബോക്സ് ഞാൻ പറയാൻ വിട്ടുപോയി. വണ്ടിക്ക് ആക്ച്വലി ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നുണ്ട്. നമുക്ക് ടോപ്പ് എന്നൊക്കെ പറയുന്നത് അറൗണ്ട് ഒരു എന്താ പറയുക, ഒരു 140-150 അടുത്താണ് ഇതിൻ്റെ ടോപ്പ് എൻഡും കാര്യങ്ങളൊക്കെ വരുന്നത്. RC-നെയൊക്കെ അടിച്ചിടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഓഫ് കോഴ്സ് സുഖമായിട്ട് അടിച്ചിടാം, കാരണം നല്ല ടോർക്കാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈസിലി ടോർക്കിൻ്റെ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി പുള്ളി ചെയ്യാനൊക്കെ എളുപ്പമാണ്. വണ്ടി എടുത്തുകൊണ്ട് പൊക്കോളും. ഫസ്റ്റ് ഇംപ്രഷൻ എന്താ പറയുക, കൊള്ളാം. നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ട് ഒരു മതിപ്പില്ലായെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് പിടിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഒരു ചെറിയ രീതിയിലൊക്കെ വണ്ടി ഇഷ്ടപ്പെടും. വണ്ടി കൊള്ളാം, അത്ര ഒരു ബോറ് വണ്ടിയൊന്നുമല്ല. പിന്നെ എന്നാ പറയുക, വണ്ടിയിൽ ടോർക്കായാലും വണ്ടിയുടെ ഒരു എക്സോസ് നോട്ടായാലും എല്ലാം കൊണ്ടും കൊള്ളാം. നല്ല ഇമ്പ്രസീവാണ് വണ്ടി. ഷോക്കൊന്നും പറയാനായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. ടേസ്റ്റ് ലുക്ക് വൈസ് ആണെങ്കിലും കൊള്ളാം, മൊത്തത്തിൽ കൊള്ളാം കേട്ടോ. നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് പിടിച്ച് നോക്കുക. ഇതാണോ സ്പീഡ് 400 ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. എന്താ പറയുക, ഒന്നും പറയാൻ പറ്റില്ല. അത് കുറച്ചും കൂടി ഒരു റെവ് ഹാപ്പി എഞ്ചിനാണ്. ഇത് റെവ് ഹാപ്പിയാണ്, പക്ഷേ ഈ ടോർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും വലിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ആ കിട്ടേണ്ട പവറും ടോർക്കൊക്കെ നേരത്തെ കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല രസമാണ്. ഐ തിങ്ക് കുറച്ച് ബാഡ് റോഡ്സ് ആണെങ്കിലും കുറച്ച് ഓഫ് റോഡ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും. വണ്ടിക്ക് ഓഫ് റോഡ് പറഞ്ഞുകൊണ്ട് തന്നെ വണ്ടിക്ക് നമുക്ക് അറൗണ്ട് 170 mm ഗ്രൗണ്ട് ക്ലിയർസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓ മാൻ, ദ ടോർക്ക്. ഞാൻ ജസ്റ്റ് വണ്ടി നിർത്തിയിട്ടിട്ട് കണ്ടോ വണ്ടിയുടെ ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ, ലുക്സ് ഒന്ന് കാണിച്ചു തരാം. കാരണം ഞാൻ പറഞ്ഞു നമുക്ക് ഒരുപാട് ടൈം വണ്ടി കിട്ടിയില്ല. ഞാൻ ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് കാണിച്ചു തരാം. നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, വണ്ടി മൊത്തത്തിൽ കൊള്ളാം, അത്ര ബോറൊന്നുമില്ല കാണാനായിട്ട്. ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞ ഒരു മാസീവായിട്ടുള്ള 320 mm ഡിസ്ക്, ഒരു 43 mm USD 4 വരുന്നുണ്ട്. പിന്നെ LED ഇൻഡിക്കേറ്റേഴ്സാണ്, LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് ആക്സറീസ് ഉണ്ട് കേട്ടോ. ഒരു വൈസർ ആക്സറി വരുന്നുണ്ട്, ബാഷ് പ്ലേറ്റ് ആക്ച്വലി ആക്സറിയാണ്, ക്രാഷ് ഗാർഡ് ആക്സസറിയാണ്, എന്തിന് സെൻറ്റർ സ്റ്റാൻഡ് ഒരു ആക്സസറിയാണ് ഈ വണ്ടിക്ക്. പിന്നെ നമുക്ക് സീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് കുറച്ചും കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് വരുന്നുണ്ട്. എനിക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല, ഈ സീറ്റ് തന്നെ നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ ഇതാണ് വണ്ടി. ഞാൻ ജസ്റ്റ് വണ്ടിയുടെ എക്സ്പോസിനോട്ട് കേൾപ്പിച്ച് തരാം. ഇതൊരു ഡീറ്റെയിൽഡ് റിവ്യൂ അല്ല, ഞാൻ പറഞ്ഞു നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ വണ്ടി കിട്ടിയുള്ളൂ. മാൻ, പൊളി. But yes, that's it guys. Oh man, sound is brilliant. Oh, really impressive. Harley and Hero, well done. നല്ല എഞ്ചിനാണ് കേട്ടോ. എഞ്ചിനെ പറ്റി ഞാൻ പറയുന്നുള്ളൂ, എഞ്ചിൻ ഈസ് വെരി ഗുഡ്, നല്ല എഞ്ചിൻ. ഓ ജെറ്റ്, പോർഷെ ജെറ്റ്, നല്ലൊരു എഞ്ചിനാണ്. അപ്പോൾ വീഡിയോയിൽ ഞാൻ വണ്ടിയുടെ ഫിനാൻസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്. ഓ ശബ്ദമൊക്കെ ശ്രദ്ധിച്ചില്ല. 12:98 ചാവിയാണ്. യെസ്, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹാർലീൻ്റെ വീഡിയോ. എന്താ പറയുക, കൊള്ളാം, നല്ല എഞ്ചിനാണ്. എനിക്ക് എഞ്ചിൻ ഇഷ്ടപ്പെട്ടു. അവർ ഈ എഞ്ചിൻ വെച്ചിട്ട് എക്സ്പൾസ് ബിൽഡ് ചെയ്യുന്നൊക്കെ കേൾക്കുന്നുണ്ട്. നന്നായിരിക്കും, എൻ്റെ പേഴ്സണൽ അഭിപ്രായം ആണെങ്കിൽ നന്നായിരിക്കും, അടിപൊളിയായിരിക്കും ഈ എഞ്ചിൻ എക്സ്പൾസിൽ കയറ്റി കഴിഞ്ഞാൽ. പിന്നെ ആ ഒരു ട്രയൽ സ്പ്രേയും കാണാം, മൊത്തത്തിൽ കൊള്ളാം, ഇമ്പ്രസീവാണ്. പിന്നെ ടയറൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ പിറലിയുടെ ടയർ പോലെയൊക്കെ തോന്നിക്കും, പക്ഷേ പിറലി അല്ല, ഇത് MRFിൻ്റെ ടയേഴ്സാണ്. MRFിൻ്റെ ഹൈക്ക് എന്ന് പറഞ്ഞിട്ട് ടയേഴ്സാണ്. ഫ്രണ്ടിലൊരു 100 സെക്ഷൻ ടയർ വരുന്നുണ്ട്, 18 ഇഞ്ച് അലൈസാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിലാണെങ്കിൽ 140 സെക്ഷൻ ടയർ വരുന്നുണ്ട്, 17 ഇഞ്ച് അലൈസ് ബാക്കിൽ വരുന്നത്. ട്യൂബ്ലെസ് ആണ്. ആ ഒരു മഞ്ഞ വേരിയൻറ്റ് മാത്രമേ നമുക്ക് ട്യൂബും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്.